വി.എസിൻ്റെ മൃതദേഹം ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആലപ്പുഴയിലെ കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്ന് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വി.എസിൻ്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴയിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്ന് ഇനി ഇവിടെ മാത്രമാണ് പൊതുദർശനത്തിന് സൗകര്യമുള്ളത്. അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാം. വി.എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ എല്ലാവർക്കും റിക്രിയേഷൻ ഗ്രൗണ്ടിലെത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കാം. അതിനുശേഷമാണ് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. പുന്നപ്രവയലാറിൻ്റെ രണസ്മരണകൾ ഉറങ്ങുന്ന പ്രിയപ്പെട്ട രക്തസാക്ഷികളുടെ ചോരവീണ മണ്ണിലേക്ക്, സമരസഖാക്കളുടെ മണ്ണിലേക്ക് വി.എസും എത്തിച്ചേരുകയാണ്. അന്ത്യ മുദ്രാവാക്യം വിളികളോടെ ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന്. സനോജ്, ഇപ്പോൾ വി.എസ് അവിടെ വി.എസ് അന്ത്യയാത്രയ്ക്കായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും നിരവധി ആളുകൾ, നിരവധി എന്നല്ല അനേകായിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്ന മറ്റ് ചടങ്ങുകൾ? ഇപ്പോൾ കരുതുന്നത് പോലെ എത്ര മണിക്ക് വി.എസിൻ്റെ ചുടുകാട്ടിലെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഇപ്പോഴും തോരാമഴയിൽ തീരാത്താവേശം തീർത്ത് ഒരു മാത്ര വി.എസിനെ കാണാനെത്തിയ അനേകായിരങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഒരു പുരുഷായത്തിന് മുതൽ ഈ സമൂഹത്തിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും മഹാനായ മനുഷ്യൻ നാടിന്റെ ആദരവ് നൽകുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വി.എസിനെ വഹിച്ചുള്ള വിലാപയാത്ര എത്തിയെന്ന് ശേഷം തന്നെയാണ് ഈ പ്രത്യേക പേടകത്തിലേക്ക്, മൊബൈൽ മോട്ടറിലേക്ക് മാറ്റിയത്. പിന്നീട് അവിടെ ചടങ്ങ് നടക്കുന്നു. DGP സേനയുടെ ആദരവ് നൽകും. അതിനുശേഷം വർദ്ധിക്കാൻ വേണ്ടിയുമുള്ള ഒരു സൗകര്യമാണുള്ളത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് ഇപ്പോൾ പോലീസ് സേനയുടെ ആദരവ് അർപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുരുഷായത്ത്, ഒരു മനുഷ്യന്റെ ജീവിതായത്ത് മുഴുവൻ ഈ നാടിനു വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും പ്രവർത്തിച്ചതിന്റെ ഏറ്റവും നല്ല മാതൃകയായിട്ടുള്ള സഖാവ് വി.എസിന് ഈ നാട് നൽകുന്ന ആദരവ്, സ്നേഹാദരവാണ്. ആ ആദരവാണ് ഇപ്പോൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വി.എസ് ഏറ്റുവാങ്ങുന്നത്. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടി നേതാക്കന്മാരും മന്ത്രിമാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വി.എസിന്റെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സേന അദ്ദേഹം കാണാൻ കഴിയും.